ഞാനിപ്പോൾ നിൽക്കുന്നത് മുത്തപ്പൻ്റെ ആരൂഢമായ ശ്രീ കുന്നത്തൂർ പാടിയിലാണ്. സഹ്യപർവ്വതത്തിലെ ഉടുമ്പമലയിൽ കടൽനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലാണ് കുന്നത്തൂർ പാടി സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ കുന്നത്തൂർ പാടി ഉത്സവം ഇവിടെയാണ് നടക്കുന്നത്. ഇവിടെ മുത്തപ്പനായി ക്ഷേത്രമില്ല. പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലാണ് ഉത്സവം നടക്കുന്നത്. കൊഴിഞ്ഞ ഇലകളും ഒരു വസന്തവും മലയും ഉരുളൻ പാറക്കല്ലുകളും വനവും പനമരങ്ങളും തനിക്ക് ധാരാളമാണെന്ന് മുത്തപ്പൻ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടാണ്. തന്ത്രിമാർ ഉത്സവത്തിന് ശുദ്ധീകരണ കർമ്മങ്ങൾ നടത്താറുണ്ട്. പുണ്യാഹം, ഗണപതി ഹോമം, ഭഗവതി സേവ എന്നിവ. പുരളിമലയിൽ നിന്നാണ് മുത്തപ്പൻ്റെ മലയിറക്കൽ നടക്കുന്നത്. തിരുവപ്പനയും വെള്ളാട്ടവും ഒരുമിച്ച് പാടിയിൽ അവതരിക്കാറില്ല. കുന്നത്തൂർ പാടി മുത്തപ്പൻ്റെ ആരൂഢമായ കഥ ഇങ്ങനെയാണ്. പയ്യാവൂരിലെ എരുവശി ഗ്രാമത്തിൽ പുരാതന കാലത്ത് അയ്യങ്കര അഥവാ അഞ്ചനമന എന്നൊരു രാജവംശത്തിൻ്റെ അരമന ഉണ്ടായിരുന്നു. നാടുവാഴിക്ക് കുട്ടികൾ ഇല്ലായിരുന്നു. ശിവന് ബലിയായി അവർ പലതും അർപ്പിച്ചു. ഒരു ദിവസം സ്വപ്നത്തിൽ അഞ്ചനമനയ്ക്കൽ വാഴുന്നവരുടെ പത്നിയായ പാടിക്കുറ്റിയമ്മ ശിവനെ കണ്ടു. അയ്യങ്കര വാഴും മന്നനാരുടെ ഭാര്യ പാടിക്കുറ്റി ശിവഭക്തിയായിരുന്നു. പാടിക്കുറ്റിയമ്മ തിരുവൻകടവ് എന്ന പുഴക്കടവിൽ കുളിക്കുമ്പോൾ ഒരു കുഞ്ഞു വട്ടത്തോണിയിൽ ഒഴുകി വരുന്നത് കണ്ടു. അവർ ആ കുട്ടിയെ എടുത്തു. ഇടതുമുല താങ്ങി വലത് മുലപ്പാൽ കൊടുത്തുവെന്നാണ് പറയുന്നത്. കുട്ടിയെ എല്ലാവരും കൂടി ഇല്ലത്തേക്ക് കൊണ്ടുപോയി. പാലും പഴവും കൊടുത്ത് ആ കുട്ടിയെ വളർത്തി. ആ കുട്ടി കോഴിയെയും മറ്റും കൊന്ന് പിടിച്ചു കൊണ്ടുവന്ന് കൊന്ന് മണം ആ ഇല്ലത്ത് കേൾപ്പിക്കാൻ തുടങ്ങി. ഇല്ലത്ത് ഇതൊന്നും പറ്റില്ലല്ലോ. അയ്യങ്കര നായന ഒരിക്കൽ ഇല്ലത്തമ്മയോട്, കണ്ടുകിട്ടിയ മകൻ നിമിത്തം ഈ ഇല്ലത്ത് നിന്നുകൂടാത്ത അവസ്ഥയാണല്ലോ വന്നത്. കേൾക്കാത്ത മണം വരെ കേട്ടു തുടങ്ങി. ഇനിയിപ്പം ഈ ഇല്ലത്ത് എന്നാ ചെയ്യുക? ഇതും കേട്ടോണ്ടാണ് ആ കുട്ടി വന്നത്. എന്തു പറഞ്ഞമ്മേ അയ്യങ്കര എന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല മോനെ എന്ന് അമ്മ പറഞ്ഞു. അമ്മയോ കേട്ടില്ലെങ്കിൽ ഞാൻ ഒരു ചെവിയാലെ കേട്ടു. ഇനി ഞാനിവിടെ നിൽക്കില്ല, എനിക്ക് മലനാട് വരെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞ് ഇല്ലത്തേക്ക് കൊണ്ടുവന്ന പഴവും പാലുമെല്ലാം തച്ചു തകർത്തു. ചങ്ങാതി വേണ്ടേന്ന് അമ്മ ചോദിച്ചപ്പോൾ 4ഓളം ചെന്നാൽ 2ഓളം പുലിക്കിടാവ്, പുലിയെ ചങ്ങാതിയായി കിട്ടുമെന്ന് പറഞ്ഞു. ആയുധമായി വില്ലും ചുരികയുമാണ് പിറന്ന മലനാട് വരെ സഞ്ചരിച്ചത്. അന്ന് തൃക്കണ്ണായിരുന്നു. ആളുകൾ പേടിക്കുമെന്ന് കരുതി പൊയ്ക്കണ്ണ് തൊഴുതെടുത്തു വാങ്ങിച്ചു. അവിടെ മെഴുക്കുവെല്ലി എന്നൊരു സ്ഥലമുണ്ട്, മെഴുക്കുവെല്ലിക്കോട്ട. അവിടെ നിന്നും 4 പാടും നോക്കിയ ശേഷമാണ് ഏകർണൂർ മന കനകഭൂമി കുന്നത്തൂർ പാടി കണ്ട് കൊതിച്ചു. അങ്ങനെയാണ് കുന്നത്തൂർ പാടിയിൽ വന്നതത്രേ. കാടിനുള്ളിൽ ഒരു തുറസായ സ്ഥലവും ഗുഹയും ഉണ്ട്. ഉത്സവ സമയത്ത് ഇവിടെ ഒരു താൽക്കാലിക മടപ്പുര കെട്ടി ഉണ്ടാക്കുന്നു. ഇതാണ് ഉത്സവത്തിനുള്ള ശ്രീകോവിൽ. മടപ്പുരയുടെ പടിഞ്ഞാറ് വശത്തായി ഒരു കല്ലും പാറ കൊണ്ടുള്ള ഒരു പീഠവും ചെളി കൊണ്ട് നിർമ്മിച്ച ഒരു പീഠവും കാണാം. ഗുഹയ്ക്ക് ഇരുവശത്തായി 2 പനമരങ്ങളും ഉണ്ട്. വടക്കുവശത്തായി തിരുവൻകടവ് എന്ന ഒരു നീരുറവയും ഉണ്ട്.